ഇത് സഹോദരിയുടെ ഭർത്താവ് മോന് സ്ഥിരമായിട്ട് ഇയാളെ തല്ലാറുണ്ട്. സ്വത്ത് തർക്കമാണ് സാറേ, സ്വത്തിനുള്ള തർക്കമാണ്. ഇപ്പൊ മെനഞ്ഞൊന്നും തല്ലില്ല, സ്ഥിരമായിട്ട് തല്ലുക സാറേ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാറേ? ഇന്ന് രാവിലെ 9:30 റോഡരികിൽ രക്തം വാർന്ന് ഉറുമ്പരിച്ച് വെയിലേറ്റ നിലയിലായിരുന്നു ഹരിനാരായണനെ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഭാര്യ ഭർത്താവിനെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് റോഡിൽ മർദ്ദനമേറ്റ് രക്തം വാർന്നു കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ നീണ്ടകര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടതുകാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു. ശരീരമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേ ഹരിപ്പാടിന് സമീപത്ത് വെച്ച് മരണം സംഭവിച്ചു. മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇവർക്ക് മക്കളില്ല. സ്വത്തിനു വേണ്ടി ചില ബന്ധുക്കൾ നിരന്തരം ഇയാളെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഒരു വെയിൽ, നല്ല വെയിലത്ത് ആ വ്യക്തി അവിടെ കിടന്ന് മരിക്കാനും അത് വലിയൊരു, ഞങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ ആ വ്യക്തി അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. ഒരു പട്ടിയെ അടിച്ചാൽ ഇന്ന് കേസുണ്ട്, പക്ഷെ ഒരു മനുഷ്യനെ അടിച്ചാൽ തിരക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ. അത് ചെയ്ത ആരാന്ന് വെച്ചാൽ അവരെ ആ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം. തുടർന്നാണ് ഇയാളുടെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മർദ്ദനത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.